പാനൂർ സ്ഫോടനത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. മുഖ്യ സൂത്രധാരൻ ഡിവൈഎഫ്ഐ നേതാവിനായി തെരച്ചിൽ തുടരുകയാണ്. ചികിത്സയിൽ കഴിയുന്നവരുടെ അറസ്റ്റും ഇന്ന് രേഖപ്പെടുത്തും. വിവരങ്ങളുമായി അമൽനാഥ് പാടിച്ചാൽ ചേരുകയാണ്. അമൽനാഥ്, CPIM ഇപ്പോൾ പിടിയിലായവരെ അടക്കം ന്യായീകരിക്കുന്ന ഒരു കാഴ്ച പത്തനംതിട്ടയിലും എറണാകുളത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ്. ഏതൊക്കെ തരത്തിലാണ് പോലീസ് അന്വേഷണം ഊർജിതമാക്കുന്നത്? എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരം? അജിംഷാദ്, ഏറ്റവും പ്രധാനമായി ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് ഡിവൈഎഫ്ഐ നേതാവായ ഷിജാലിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. ഇദ്ദേഹത്തെ പിടികൂടാനുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിരിക്കുകയാണ്. ഷിജാലിനെ പിടികൂടിയാൽ ഈ ഒരു ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വ്യക്തതകൾ പുറത്തുവരുമെന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത്. ഇത്തരത്തിൽ ബോംബ് സ്ഫോടനം നടന്നെങ്കിൽ പോലും എന്തിനാണ് ഇവർ ബോംബ് നിർമ്മാണത്തിലേക്ക് ഏർപ്പെട്ടത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള വ്യക്തതകൾ ഒന്നും നിലവിൽ പുറത്തു വന്നിട്ടില്ല. അതേസമയം തന്നെ ഈ ഒരു ബോംബ് നിർമ്മാണത്തിന്റെ മുഖ്യ സൂത്രധാരനാണ് ഷിജാൽ. ഇദ്ദേഹത്തെ പിടികൂടിയാൽ, ഇദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്തിയാൽ കൂടുതൽ വ്യക്തതകൾ പുറത്തുവരും എന്ന നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. അതേസമയം തന്നെ അക്ഷയ് എന്ന മറ്റൊരു പ്രവർത്തകൻ കൂടി നിലവിൽ ഇപ്പോൾ ഒളിവിലാണ്. ഇതുവരെ ഈ ഒരു ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് 6 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ 3 പേർക്ക് പരിക്കു പറ്റിയിരുന്നു. ഒരാൾ ഈ സംഭവിച്ച ആ ഒരു ദിവസം തന്നെ, ബോംബ് സ്ഫോടനം ഉണ്ടായ ദിവസം തന്നെ മരണപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. എന്നാൽ അന്വേഷണം നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ ഈ ഒരു ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട പ്രതികൾക്ക് മറ്റ് കേസുകളിലുള്ള, പ്രത്യേകിച്ച് ഷുഹൈബ് വധക്കേസ്, TP വധക്കേസ് പ്രതികളുമായി ബന്ധമുണ്ട്, ആകാശ് തില്ലങ്കേരി അടക്കമുള്ളവരുമായി ബന്ധമുണ്ട് എന്ന രീതിയിലുള്ള ആരോപണങ്ങളും നിലവിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത അമൽ ബാബുവിനെ പാർട്ടിയുമായി വ്യക്തമായ ബന്ധമുണ്ട് എന്ന് അടിസ്ഥാനപ്പെടുത്തുന്ന തെളിവുകൾ നിലവിൽ ലഭ്യമായിട്ടുണ്ട്. അമൽ ബാബു റെഡ് വോളണ്ടിയർ ക്യാപ്റ്റനായി പ്രവർത്തിക്കുന്നതാണ്. നമുക്കറിയാം, ഈ റെഡ് വോളണ്ടിയർ എന്ന് പറഞ്ഞാൽ ഈ പാർട്ടി പ്രവർത്തകരെ ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ലീഡർഷിപ്പ് ക്വാളിറ്റി ഒക്കെ ഉള്ളവർക്ക് മാത്രം സാധിക്കുന്ന ഒരു പൊസിഷനാണ് ഈ റെഡ് വോളണ്ടിയർ ക്യാപ്റ്റൻ. ആ റെഡ് വോളണ്ടിയർ ക്യാപ്റ്റനായി പ്രവർത്തിക്കുന്ന ആളാണ് അമൽ ബാബു. അപ്പൊ തന്നെ ഇപ്പോൾ അന്വേഷണം നടക്കുന്ന ഷിജാൽ ഡിവൈഎഫ്ഐ കുന്നത്ത് പറമ്പ് യൂണിറ്റ് സെക്രട്ടറിയാണ്. ഇത്തരത്തിൽ ഡിവൈഎഫ്ഐയുമായും പാർട്ടിയുമായി വ്യക്തമായി ബന്ധമുള്ളവർ തന്നെയാണ് ഇതിന് പിന്നിൽ എന്ന നിഗമനത്തിൽ തന്നെയാണ് ഉള്ളത്. എങ്കിൽ പോലും CPM ഇത് അംഗീകരിക്കുന്നില്ല. ഇവർക്ക് പാർട്ടി അംഗത്വമില്ല, പാർട്ടിയുമായി യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല എന്നാണ് നിലവിൽ ഇപ്പോൾ CPM പറയുന്നത്. അതേസമയം തന്നെ ഈ മരണപ്പെട്ട ഷെറിന്റെ വീട്ടിലേക്ക് കഴിഞ്ഞ ദിവസം CPMന്റെ പ്രാദേശിക നേതാക്കൾ എത്തിയതും വലിയ ആരോപണത്തിലേക്ക് കൊണ്ടുപോയിരുന്നു. എന്നാൽ അത് നാട്ടിലുള്ള ഒരാൾ മരണപ്പെട്ടു, അവരുടെ വീട് സന്ദർശിക്കുക എന്നത് പാർട്ടി പ്രവർത്തകരുടെ ഉത്തരവാദിത്തമാണ്. അതിനപ്പുറം അതിൽ മറ്റൊന്നുമില്ല എന്ന രീതിയിലുള്ള ഒരു പ്രതിരോധമാണ് നിലവിൽ ഇപ്പോൾ CPM തീർത്തിരിക്കുന്നത്. അതേസമയം തന്നെ ഇലക്ഷനിൽ ഇത് വലിയ പ്രചാരണ ആയുധമാക്കി മാറ്റുകയാണ് UDF. പ്രത്യേകിച്ച് കണ്ണൂരിൽ വലിയ പരാജയ ഭീതി CPM സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. അതിനാൽ തന്നെയാണ് വിവിധ ഭാഗങ്ങൾ ആക്രമണം നടത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇത്തരത്തിൽ ബോംബ് നിർമ്മാണത്തിലേക്ക് പോയത് എന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ കൊട്ടേഷൻ സംഘവുമായും ഇവർക്ക് ബന്ധമുണ്ട്. ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെയാണ് UDF നിലവിൽ ഉയർത്തുന്നത്. എന്തു തന്നെയായാലും നിലവിൽ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ ചികിത്സയിലുള്ള അശ്വന്ത്, വിനോദ് എന്നിവരുടെ അറസ്റ്റും ഇന്നുണ്ടാകും. എന്തു തന്നെയായാലും ഷിജാലിന് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് നിലവിൽ ഇപ്പോൾ ഊർജിതമാക്കിയിരിക്കുകയാണ്. അജിംഷ. ശരി, അമൽനാഥ് പാടിച്ചാലാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്. അതേസമയം പാനൂർ സ്ഫോടനത്തിൽ നിലപാട് വ്യക്തമാക്കുകയാണ് CPIM. മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ വാക്കുകൾ കേട്ടാൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്നാണ് മുഖ്യമന്ത്രി അറിഞ്ഞത്. കുറ്റവാളികളോട് മൃദു സമീപനം ഉണ്ടാകില്ല. സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരുടെ വീട് സന്ദർശിച്ചത് നാട്ടുനടപ്പിൻ്റെ ഭാഗമാണ്.